ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന വാർത്ത തള്ളാതെ മുഖ്യമന്ത്രി ഗവർണറെ തിരുത്തേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്നും അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ ബാധ്യതയാണെന്നും പിണറായി വിജയൻ. കേരളത്തെ കലാപഭൂമിയാക്കാൻ ഗവർണർക്കൊപ്പം കോൺഗ്രസും കൂട്ടുനിൽക്കുന്നു. മുളകുപൊടി മുട്ടത്തോടിലാക്കി വിദ്യാർത്ഥികളെ കൊണ്ട് എറിയിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയെന്നും മുഖ്യമന്ത്രി. നവകേരള യാത്രയ്ക്കിടെ അമൃത വാർത്തകൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഗവർണറെയും പ്രതിപക്ഷ നേതാവിനെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ഗവർണർ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്നില്ല എന്നും പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ പരാതി അറിയിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഗവർണറെ തിരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചുവെന്ന വാർത്തകൾ തള്ളാതെ രംഗത്ത് വരികയാണ് മുഖ്യമന്ത്രി. സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടത്. അദ്ദേഹത്തെ ഉപദേശിക്കേണ്ടതും തിരുത്തിക്കേണ്ടതും എല്ലാം ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റുണ്ടല്ലോ. സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഘട്ടമാകുമ്പോൾ ആ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ സ്വീകരിക്കുന്ന നിലയാണല്ലോ. അത് പരസ്യമായി ഒരു നിലപാടെടുക്കേണ്ടതല്ല എന്നാണ് ഞാൻ കാണുന്നത്. അങ്ങ് മുഖ്യമന്ത്രി രാഷ്ട്രപതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് അയച്ചു എന്ന രീതിയിൽ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്താനുള്ള ബാധ്യത എനിക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റിയാൽ അത് സാധാരണ മാധ്യമങ്ങൾ മുഖേന പുറത്തു വിടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള അജണ്ടയോടെ ഗവർണർ പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസും അതേ നില സ്വീകരിക്കുന്നു. എന്നാൽ UDF ഈ രീതി സ്വീകരിക്കുന്നില്ല എന്നത് പ്രത്യേകം എടുത്തു പറയണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കോൺഗ്രസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, UDF എന്ന് പറയുന്നില്ല. കാരണം ഇപ്പോൾ സ്വീകരിക്കുന്നതെല്ലാം കോൺഗ്രസ് എന്ന നിലയിലാണ്. കോൺഗ്രസിൻ്റേതായ നടപടികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വലിയ തോതിലുള്ള നാടിനെ കലാപകലുഷിതമാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതെവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളെ മുളകുപൊടി മുട്ടത്തോടിലാക്കി, മുട്ടയുടെ ഉള്ളിലാക്കി അതെറിയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. അങ്ങനെ വലിയ അക്രമം നാട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും നാട് കലാപകലുഷിതമാകില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ കേന്ദ്രത്തിൽ നിന്ന് 1,07,500 കോടിയിലേറെ തുകയുടെ കുറവാണ് കേരളത്തിനുണ്ടായത്. ഇത് കിട്ടാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകില്ല. കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന സാമ്പത്തിക വിവേചനം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നവകേരള യാത്രയുടെ ഒരു പ്രധാന ലക്ഷ്യം. കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്ന് കള്ളക്കണക്കാണ് പറഞ്ഞതെങ്കിലും അത് വിശദീകരിക്കാൻ കേന്ദ്രം നിർബന്ധിതമായി എന്നത് നവകേരള സദസ്സിന്റെ വിജയത്തിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അമൃത വാർത്തകൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് നവകേരള യാത്രയുടെ ലക്ഷ്യവും ജനപിന്തുണയും പ്രതിപക്ഷ പ്രതിഷേധങ്ങളും ഗവർണർക്കെതിരായ നിലപാടിനെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദമാക്കിയത്. ആൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.